ഇങ്ങനെ വളരെ വ്യക്തമായ നഗ്നമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഈ കേസിന് ആയുസ് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ ഇടപെടലുകൾ ഉണ്ടായത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും BJP-യിലേക്ക് ചേർന്നു പോയ ഈ പുത്തൻ കൂറ്റുകാരുമെല്ലാം ചേർന്ന് അതിനോടൊപ്പം മാത്യു കുളനാടൻ എന്ന MLA ഇവരെല്ലാം ഒപ്പം നിരവധി മേഖലയിൽ കോടതിയിൽ, വിജിലൻസ് കോടതിയിൽ, ഹൈക്കോടതിയിലൊക്കെ കേസ് നൽകി. അതിന്റെ ഓരോ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാണ്. 3 വിജിലൻസ് കോടതികളും ആ കേസ് തള്ളി. അതിന്റെ മേലെ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ നിന്നാണ് നീതി ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ കോടതി അവിടെയും പൂർണ്ണമായിട്ട് നിരാകരിച്ചു. ഇവിടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതാണ് ഈ SFIO എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ആക്ടിലെ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഈ ഏജൻസിയുടെ ചുമതല. കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് നടപടി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നില്ല. അതിപ്പോഴാണ് കൂടുതൽ വ്യക്തമായി പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ആ കോടതിയുടെ അവസാന വിധി വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ധൃതി പിടിച്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നു എന്നും ഒക്കെ പ്രഖ്യാപിച്ച് നടത്തിയിട്ടുള്ള കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന്റെ തുടർച്ചയായിട്ട് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടത്തിയതുപോലെ കേരളത്തിലാണെങ്കിൽ പുതിയ BJP പ്രസിഡന്റ് കൂടി രംഗത്ത് വന്ന അവസരം കൂടി ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ പൊലിപ്പിച്ചെടുക്കാനാണ് ഈ ബൂർഷ്വാ മാധ്യമങ്ങളും അതുപോലെ തന്നെ പാർട്ടികളും രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികൾ പലപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ ഏകപക്ഷീയമായ രീതിയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഗവൺമെന്റിനും എതിരായിട്ടുള്ളതാണ് എന്നുള്ളതിന് തെളിവ് കൊടകര കുഴൽപ്പണ കേസിൽ കേന്ദ്ര ഏജൻസിയുടെ പരിഹാസ്യമായ നിലപാട് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ്. ഹൈക്കോടതിയുടെ നിർബന്ധത്തിന് വഴങ്ങി കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചപ്പോൾ പരിഹാസ്യമായ രീതിയിൽ BJP നേതൃത്വത്തെ സംരക്ഷിക്കാൻ അവിടെ സമർപ്പിച്ച കുറ്റപത്രം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലും ഹൈക്കോടതി നിശിതമായ വിമർശനമാണ് പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ച കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ട് അവിടെയും ഉണ്ടായത്. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തൽ തുടങ്ങിയ കള്ളക്കഥകളുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം രംഗത്ത് വന്ന അവരുന്നയിച്ച എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ അവസാനം ഇല്ലാതായത് അതുപോലെ ഇപ്പോ ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഈ രാഷ്ട്രീയ ലാക്കോടുകൂടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ഈ കാര്യവും ആവിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിന്റെ ഏറ്റവും പ്രതിച്ഛായയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും തകർക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി ഇപ്പോഴും വൻ പ്രചാരവേല നടത്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ
ഫലപ്രദമായ നിയമയുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടിൻ്റെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് CPIM-ന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. തെറ്റായ പ്രചാരവേലിയും കള്ളപ്രചരണങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ ശ്രമവുമെല്ലാം വീണ്ടും പരാജയപ്പെടാൻ പോകുന്ന ഒന്നായി തീരും എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി അതിശക്തിയായിട്ട് രംഗത്ത് വന്ന ചില മാധ്യമങ്ങൾ CMR കമ്പനിയുടെ ചെലവായി ബന്ധപ്പെട്ട് മീഡിയ 16.43 കോടി ഉറുപ്പിക നൽകിയതായി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരൊറ്റ അക്ഷരം ഉണ്ടെന്നില്ല. 16.43 കോടി. അതുപോലെ തന്നെ ടെമ്പിൾ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് 17.47 കോടി രൂപയുടെ കാര്യവും എടുത്തു പറയുന്നുണ്ട്. ഇത്തരത്തിൽ 73.38 കോടി സംബന്ധിച്ചുള്ള പരാമർശത്തെപ്പറ്റി ഒരു മാധ്യമവും ഒരക്ഷരം മിണ്ടാൻ കൂട്ടാക്കുന്നില്ല. അതേപോലെ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ള UDF-ന്റെ നേതാക്കന്മാർ സമ്മതിച്ച ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചും ഒന്നും പറയാൻ ഇവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെയും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെയും ഒലിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഇന്ധനമാക്കി ഇതിനെ മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോടിയേരിയുടെ മകന്റെയും ഈ കേസിന്റെയും കാര്യം താരതമ്യം ചെയ്തുകൊണ്ട് ചില വാർത്താ മാധ്യമങ്ങൾ രംഗത്ത് വരികയുണ്ട്. ഇതിന് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത്. കോടിയേരിയെ പരാമർശിക്കാൻ വേണ്ടി കോടിയേരിയുടെ മകനെ ചിത്രീകരിച്ചതല്ല. കോടിയേരിയുടെ മകന്റെ പ്രശ്നത്തിൽ പാർട്ടി നിലപാടുണ്ട്, അതുപോലെ തന്നെ കോടിയേരിയുടെ നിലപാടുണ്ട്. അത് അവർ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. ഇത് നേരെ മറിച്ചാണ്. പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ CPIM നേതാവിന്റെ മകൾ എന്ന പ്രയോഗത്തിലൂടെയാണ് ഈ കേസ് രൂപപ്പെടുത്താൻ തന്നെ ശ്രമിക്കുന്നത്. താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് ഇതിനെപ്പറ്റി പറയാൻ കഴിയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എമ്പുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത്.